റീഞ്ചലും മൂഞ്ചലും ഒരുമിച്ച് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും നാട്ടുകാരെ. തിളക്കം സിനിമയിലെ തിളക്കം ഒരു പാട്ട വെള്ളം കോരി ഒഴിച്ച് ഒരു പടക്കം പോലെ ആക്കിയിട്ടുണ്ട്. തിളക്കം സിനിമയിലെ ദിലീപണ്ണനാണ് ഈ കാണുന്ന പണ്ണൻ. ഇതാണ് നമ്മുടെ ദിലീപണ്ണൻ. ആദ്യത്തെ ഉണ്ണിനത്തെ അടി വരുമ്പോഴുള്ള സീനാണ് ഇത്. മറ്റേ കഥവും തുറന്നാണ് വരുന്നത്. ഇതിൽ പിന്നെ കോമഡി കുറച്ചുകൂടെ ചുരുട്ടി കയറ്റാൻ വേണ്ടി അണ്ണൻ പ്രാവിന്റെ കൂട്ടുന്ന പ്രാവിനെ തിന്നണ്ടാണ് ഇറങ്ങി വരണമെന്ന്. മറ്റതിൽ ഒരാളെ മുണ്ടാണ് ഉരിയണമെങ്കിൽ ഇതിൽ പിന്നെ എല്ലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഉരിഞ്ഞാടി കളിക്കുന്നു. എന്താ യവമാർക്ക് എല്ലാത്തിനും ഇതിൽ വട്ടാണ്. അമാളിത്തരം ഇതുവരെ മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. പിന്നെ ഇതിലെ ദ്വിതീയ തൊളിയന് മറ്റതിൽ പോലെ അത്ര വട്ടൊന്നുമില്ല. കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്ന ഒരുത്തനാണ്. പാട്ട്, ഡാൻസ്, കൂത്ത്, കേറിപ്പിടി എന്നീ സാധനങ്ങൾ വളരെ പൈശാചികവും മൃഗീയവുമായിട്ടാണ് കാണിക്കണേന്ന്. യവന് തലയ്ക്ക് കാമമൂത്താണ് ഇതിൽ ഭ്രാന്തായി. മറ്റേ മനജയ മനജയ എന്ന് വിളിക്കുന്ന സീനാണത്. ദാറ്റ് ഫണ്ണി സീൻ. ഇതിൽ പിന്നെ കുറച്ചുകൂടെ ഫണ്ണാക്കാൻ വേണ്ടി ഇതിലെ സലീം കുമാരാണ് ഒരു ബേസ്ബോളിൽ മുഴുവൻ കാലിട്ട് നിൽക്കണിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ തുണി ഉരിഞ്ഞ് ചുക്കാമണി നിക്കറും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിണിക്കണോടാ, അങ്ങ് പൊട്ടി പൊട്ടി കിണിക്കണോ. പിന്നെ ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളും സ്ക്രിപ്റ്റ് തിരുത്തലുകളും ഉണ്ടെന്ന്. തിളക്കം കണക്കിയല്ല ഈ തിളക്കം. അമ്മാതിരുത്ത അപരാധം. ഇതിൽ ആനയാണ് ലെറ്റർ കൊടുക്കുന്നതെങ്കിൽ ഇതിൽ വളരെ സാഹസികമായിട്ട് ഒരു അപ്പാവി ഞവന്ത് ബാലകനെ കൊല്ലാക്കൊല ചെയ്ത് ബഡ്ജറ്റ് ചുരുക്കി വാങ്ങിക്കും. അങ്ങനെ തെറ്റിയടിച്ച് വീണിരുന്നെങ്കിൽ മൂക്കാമണ്ട അലങ്ങിയാണ്. അത് വായിച്ച് ക്രഷ് അടിച്ച് ഇണക്കുരുവികളാകുന്നു. എടുത്തോന്നും അത്ര ശരിയല്ലടാ വട്ടോളി പണ്ണ നിന്റെ. പിന്നെ ഇതിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന വെൺപൂവാണ് ടങ്ങിയത്. ആ കുൽസിതം കണ്ടുവരുന്ന വെൺപൂവ് ചാച്ചിക്കും പണ്ണനും നേരെ പണ്ണി വിട്ട് പോയി പണ്ണന് കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കുന്നു. ഇതിൽ ഇങ്ങനെയാണ് ദിലീപ് പണ്ണന് ഓർമ്മ തിരിച്ചു വരുന്നത്. പക്ഷേ ഇതിലെ ദിലീപ് പണ്ണനെ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് ഇഞ്ച പരിവാക്കിനും ചുക്കാമണിയിൽ ചവിട്ട് കൊടുക്കുമ്പോഴേ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ തിരിച്ചു വരും. എന്നിട്ട് എല്ലാത്തിനും ലോജിക്ക് വിഴുങ്ങി മുണഞ്ഞ് മേലോട്ട് പറപ്പിച്ച് ഇടിച്ച് ഇഞ്ച പരിവാക്കുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ദിലീപ് പണ്ണന്റെ ഡാഡി ഡോൺ കാ ഡോൺ ആണ്. കല്യാണത്തിന്റെ ഇടയിൽ ഭാവന ചേച്ചിനെ മോളിൽ തള്ളിയിടുന്നു. അണ്ണന് അതൊക്കെയാണ് സംഭവം. പക്ഷേ ഇതിൽ പണ്ണന്റെ തന്ത മറ്റേ കെയർ ടേക്കറാണ്. ആദ്യമായിട്ട് നമ്മൾ അണ്ണൻ വരുമ്പോഴത്തേക്കും അവനെ കൊടുക്കൂലേ അങ്ങേരി. മറ്റതിൽ ദിലീപ് അണ്ണന്റെ പഴയ കഥ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരെ ഉള്ളൂ. ഇതിൽ സെക്കൻഡ് ഹാഫ് മൊത്തം ഇങ്ങനെ ഈ പഴയ തൊലിഞ്ഞ കഥയാണെന്ന്. ഒരു ലോക്കൽ കന്നഡ ചാനലുണ്ട്. അവിടെ കോട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് കോമഡി കാണിച്ച് ന്യൂസ് ഒക്കെ പറയുന്ന ഒരു മുണ്ണ. ടൈറ്റാനിക് സിനിമ കപ്പൽ മൂണ കാണിച്ചിട്ട് വലിയ അപകടം നടന്നൊക്കെയാണ് പറയുന്നത്. ഈ മുണ്ടെടുത്ത കോട്ടിട്ട മുണ്ണ. അങ്ങനെ ഏതോ തൊലിഞ്ഞ വീഡിയോ എടുക്കാൻ പോകുമ്പോഴാണ് ഇതിലെ കഥാനായികനെ കാണിക്കുന്നത്. പിന്നെ ഏതോ സൈക്കിളിൽ കൊണ്ടുപോയി വേണ്ടെന്ന് അവിടെ കുണ്ടിയും തല്ലി വീഴുമ്പോഴത്തേക്കും രണ്ടുപേർക്കും ക്രഷാവും പ്രേമാവും. അങ്ങനെ ചേച്ചിയും ആ ലോക്കൽ ചാനലിലെ റിപ്പോർട്ടർ ആകുന്നു. എന്നിട്ട് അവിടുത്തെ ഏതോ കൊടി കെട്ടിയവന്റെ മെഡിക്കൽ ഇല്ലീഗൽ പരിപാടികൾ ചേച്ചി വീഡിയോ എടുത്തിട്ട് ചാനലിൽ ഇടുന്നു. ആ ന്യൂസ് കണ്ടിട്ട് തരിപ്പ് കറിയന്മാർ ചേച്ചിനെ ഇവിടെ വിളിച്ച് വരുത്തിയതിനു ശേഷം കുറെ വെള്ളാണി പോക്കന്മാർ ചേർന്ന് ചേച്ചിയുടെ കരണം പൊളിച്ച് മലയെന്ന് തള്ളിയിടുന്നു. അന്നേരം ഒരു വെള്ളം മുണ്ട് പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതൊരു മഞ്ഞമുണ്ടാവുന്നു. പിന്നെ അണ്ണന്റെ ചന്തി വിളക്ക് രണ്ട് ചവിട്ട് കൊടുക്കുമ്പോൾ അണ്ണനും ചേച്ചിയും കൂടെ അത്ര 52,000 അടിയിൽ നിന്ന് താഴോട്ട് അങ്ങ് വീഴുന്നു. ഇത്ര അടിയിൽ നിന്ന് താഴെ വീണവർക്ക് ശരീരത്തൊന്നും ഒരു പ്രശ്നവും കാണൂല. പക്ഷെ ചേച്ചി തറയിൽ കൊണ്ടുകൊണ്ട് ചത്തണ്ണ മരത്തി കുരുങ്ങണം അണ്ണൻ രക്ഷപ്പെടും. എന്തൊരു പറയടാ ഇതൊക്കെ. പിന്നെ ഓർമ്മ തിരിച്ചു കിട്ടിയ ഇതിലെ ദിലീപ് പണ്ണ എല്ലാവരും ഏറി നിർത്തി ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉരുണ്ട് മറിഞ്ഞു കൊല്ലുന്നു. അവസാനം ചേച്ചിയെ കെട്ടുന്നു. ഹരിശ്രീ അശോകന് പകരം തലയിൽ കെട്ടുള്ള വെൺപൂ വന്ന് അണ്ണന്റെ മുണ്ട് പറിക്കുന്നു. സിനിമ സുഖം. പിന്നെ ഭാവന ഇതൊന്നും ഇതിൽ തിരിച്ചൊന്നും വരില്ല കേട്ടോ.